ഹായ് ഓൾ, വെൽക്കം ടു റോട്ടോടോക്സ്. അപ്പോ ചെന്നൈയിലെ കോട്ട, ചെക്പോ കോട്ട പഞ്ചാബ് തകർത്തിരിക്കുകയാണ്. എന്തെങ്കിലും ചാൻസ് പ്ലേ ഓഫിലോട്ട് കടക്കാൻ ചെന്നൈക്ക് ഉണ്ടെങ്കിൽ അത് ഇന്നായിരുന്നു. അപ്പൊ അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കളിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടോസ് വിൻ ചെയ്ത് പഞ്ചാബ് ബോളിംഗ് തെരഞ്ഞെടുത്തു. ബാറ്റിങ്ങിനെ ചെന്നൈനെ പറഞ്ഞയച്ചു. 3 വിക്കറ്റുകൾ പോയി. അതേപോലെ അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടും പോയി. അതേപോലെ ജഡേജ വന്നിട്ടും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ കളിച്ചത് സാം കർണോ അതേപോലെ ബ്രേവ്സ് എന്ന് പറഞ്ഞ അവരുടെ കൂട്ടുകെട്ടാണ് ഒരു ഭേദപ്പെട്ട സ്കോറിലോട്ട് ചെന്നൈനെ എത്തിച്ചത്. പൊരുതാനെങ്കിലും ഒരു സ്കോർ ആയത് അവരുടെ ഒരു സ്പെല്ലാണ്. തുടർന്ന് അങ്ങോട്ട് താഴ്ത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെഹലൊക്കെ അഴിഞ്ഞ അടിയേക്കാണ്, ഒന്നും പറയാനില്ല. അതേപോലെ മാർക്കോ ജയൻസൺ ആയാലും ഹർഷദ് സിംഗ് ആയാലും നന്നായി പന്തെറിഞ്ഞിട്ടുണ്ട്. രണ്ട് വിക്കറ്റുകൾ 2 പേർക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. തുടർന്ന് പഞ്ചാബിന്റെ ഓപ്പണിംഗ് ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല മികച്ചമായ ഓപ്പണിംഗ് ആണ് അവർക്ക് കിട്ടിയത്. പ്രിയന ഷാരിയും പ്രശ്മാൻ സിംഗും കൂടിയിട്ട് കളിച്ച ഓപ്പണിംഗ് വളരെയധികം എടുത്തു പറയേണ്ട ഒന്നാണ്. ആര്യ പോയതിന്റെ ശേഷവും ശ്രേയസ് വന്ന് ശ്രേയസ് അത് തുടർന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു പ്രഭ്മാൻ സിംഗിനെ. അത് നല്ലൊരു ഇന്നിങ്സ് ആയിട്ട് അവർ മുന്നോട്ട് പോയി. കളി ഈസി ആയിട്ട് ജയിക്കുന്ന ഒരു കളി ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോ എന്ത് ജയിക്കില്ല എന്ന് അങ്ങനെ തോന്നലില്ല. എന്നാലും ഒരു ചെറിയൊരു ടെസ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ ചെന്നൈക്ക് സാധിച്ചെങ്കിലും നടന്നില്ല. അപ്പോ അതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് ബോളിങ്ങിന്റെ ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എക്കണോമിക്കലായിട്ട് ബോൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലി അഹമ്മദ് തന്നെയാണ്. 2 വിക്കറ്റ് പുള്ളിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മതീഷ് പ്രധാന എന്ന് പറയുമ്പോഴും 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പക്ഷെ 45 റൺസാണ് 4 ഓവറിന് വിട്ടുകൊടുത്തത്. അപ്പോ കാണാം, ചെന്നൈയുടെ ഇനി കളികളുണ്ട്. പക്ഷെ പ്ലേ ഓഫ് സാധ്യത എന്തായാലും തീർന്നിരിക്കുകയാണ്. അപ്പൊ സ്റ്റേ ട്യൂൺ റോട്ടോടോക്സ്. ഗുഡ് നൈറ്റ്.